ചില ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ പലരും ചോദിക്കും, ക്യാപ്റ്റൻ ഇത്രയും പടങ്ങൾ ചെയ്തല്ലോ, അതിലേറ്റവും വലിയ കഥാപാത്രം ഏതാ? സത്യം പറഞ്ഞാൽ അതിന് ഒരു ഉത്തരം കൊടുക്കാൻ വലിയ പ്രയാസമാണ്. ഓരോ കാലയളവിൽ ഓരോ കഥാപാത്രങ്ങൾ നമുക്ക് സ്വന്തമാണെന്ന് തോന്നി, ഏറ്റവും വലുതാണെന്ന് തോന്നി. ആദ്യമായിട്ട് പടം ചെയ്യുന്നത് ആദ്യത്തെ സീനിലെ ഷോട്ടുകൾ നസീർ സാറിൻ്റെയും മധു സാറിൻ്റെയും കൂടെ, ജോഷി സാറിൻ്റെ പടം. ആ ഒരു പീരീഡ് മൊത്തം എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കഥാപാത്രം ആ രക്തത്തിലെ കഥാപാത്രമാണ്. അതങ്ങനെ മറക്കുന്നത്. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് പല പടങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഗൈഡ് ചെയ്തുകൊണ്ട് IV ശശി, പിന്നെ ചന്ദ്രകുമാർ സാറിൻ്റെ പടങ്ങൾ, ഹരൺ സാറിൻ്റെ പടത്തിലാണ് ഈ അരിങ്ങോടം. അതിനു മുമ്പേ ഞങ്ങൾ വേറൊരു പടം ചെയ്തിരുന്നു, മോഹൻലാൽ ഞങ്ങളെല്ലാം കൂടെ അമൃതംഗമ എന്നുള്ള പടത്തിലാണ് അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞാണ് വീരഗാഥ വരുന്നത്. വീരഗാഥ അരിങ്ങോടം എന്ന കഥാപാത്രമാണ് വേറൊരു ഡയമെൻഷനിലേക്ക് ഓഡിയൻസ് എന്നെ വളർത്തുന്നത്. എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ കഥാപാത്രങ്ങൾക്കും ഞാൻ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അഭിനയിക്കുന്നത്. അങ്ങനൊരു വ്യത്യാസമില്ല. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് കഥാപാത്രം ജനങ്ങൾക്കിടയിൽ മനസ്സിൽ എങ്ങനെ ഇവൻ പ്രതികരിക്കും എന്നുള്ളത് ഒരു പിടിയും കിട്ടത്തില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്? ചെയ്യുന്ന കഥാപാത്രത്തോട് 100% ആത്മാർത്ഥത പുലർത്തി ആവേശത്തോടെ അന്നും ഇന്നും ഞാൻ അഭിനയിക്കുന്നത്. ഏത് കയറി കൊളുത്തുമെന്ന് എങ്ങനെയാ പറയാൻ കഴിയുക? എന്തായിരുന്നാലും ശരി, ആവനാഴി IV ശശിയാണ്. ആ പടം ബമ്പർ ഹിറ്റായി. ആ പീരീഡിൽ മമ്മൂട്ടി ഞാനും കൂടെ വരുന്ന പടങ്ങളൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്സ് ഓഫ് കേരളയാണ്. ആ പടങ്ങളൊക്കെ മറ്റു ഭാഷകളും എടുത്തുകൊണ്ട് പോകും. ഒട്ടനവധി ഭാഷകളിൽ ഞാൻ തന്നെ അഭിനയിച്ചിരിക്കുന്ന എൻ്റെ വേഷം. ആവനാഴി എല്ലാ ഭാഷകളും ഞാൻ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 1 വന്നു. അത് മമ്മൂട്ടി ഞാനും കൂടെ ബമ്പർ ഹിറ്റാണ്. അങ്ങനെ ഒട്ടനവധി ഒത്തിരി പടങ്ങൾ ഞങ്ങൾ ചെയ്തു. പിന്നെ ഹരിഹരൻ സാറ്, IV ശശി, ഹരിഹരൻ സാറ്, പിന്നെ മറ്റ് പുതിയ ഡയറക്ടേഴ്സ് വരുന്നവരുടെ പടങ്ങൾ ഒത്തിരി ചെയ്തു. അപ്പോൾ പലരുടെയും കാഴ്ചപ്പാടിൽ അരിങ്ങോടർ ക്യാപ്റ്റൻ്റെ ഏറ്റവും വലിയ കഥാപാത്രം എന്ന് പറയും. ഞാനതിനോട് എതിർക്കത്തുമില്ല. സൂക്ഷ്മമായിട്ടും പ്രേക്ഷകരിൽ എനിക്ക് ഏറ്റവും വലിയ സ്ഥാനം പിടിച്ചു തന്നത് അരിങ്ങോടറാണ്. ആവനാഴിയിലെ സത്യരാജ്, ഓഗസ്റ്റ് 1 പല പേരുകളിൽ അറിയപ്പെട്ടത് ഗോമസ് എന്ന് പറഞ്ഞ കഥാപാത്രം. രതിലയം എന്നൊരു പടം മധുസാർ എടുത്തതാണ്, ചന്ദ്രകുമാർ സാർ ഡയറക്റ്റ് ചെയ്ത. അതിനകത്ത് എത്ര വേഷങ്ങൾ ചെയ്തെന്നറിയാമോ? ആ പടം ഒരു ക്ലാസ് ടച്ചുള്ള പടം എന്നുള്ള രീതിയിൽ കാഴ്ചക്കാർ കണ്ടിരുന്നെങ്കിൽ അന്നേ ഞാൻ വലിയ നടനായിട്ട് മാറിയിരുന്നു.